നമസ്കാരം, എല്ലാവർക്കും സൈലം IASലേക്ക് സ്വാഗതം. ഞാൻ അക്ഷയ് ഷാജി. എം ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയുടെ 8th എഡിഷനെ ബേസ് ചെയ്തുള്ള സൈലം IASന്റെ യൂട്യൂബ് ഇനീഷ്യേറ്റീവിലെ 3ാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. വൺ വാസ് ദി റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, ദ സെക്കൻഡ് വൺ വാസ് ദ പിറ്റ്സിന്റെ ആക്ട് ഓഫ് 1784. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 നിയമങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. ദ ഫസ്റ്റ് വൺ ഇസ് ആക്ട് ഓഫ് 1786, 1786 നിയമം. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ആക്ട് ഓഫ് 1786 ആയിരിക്കും. രണ്ടാമത്തേത് ഇറ്റ് ഇസ് ദ ചാർട്ടർ ആക്ട് ഓഫ് 1793. മൂന്നാമത്തെ നിയമം ഇറ്റ് ഇസ് ദ ചാർട്ടർ ആക്ട് ഓഫ് 1813. എന്നിങ്ങനെ 3 നിയമങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ചാർട്ടർ ആക്ട് ഓഫ് 1813, അതുപോലെ ആക്ട് ഓഫ് 1786 എന്നീ നിയമങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം. UPSC പരീക്ഷയ്ക്കാണെങ്കിലും SSC പരീക്ഷകൾക്കാണെങ്കിലും അതുപോലെ PSC പരീക്ഷകൾക്കാണെങ്കിലും നിരന്തരമായി ചോദ്യങ്ങൾ ഈ മേഖലകളിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. നെപ്പോളിയനെ പോലെയുള്ളവരുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഇന്ത്യൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ്, അതേപോലെ ഇന്ത്യയിൽ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യ ഒരു കാർഷിക രാഷ്ട്രമാകാനുള്ള ചരിത്രപരമായ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉടലെടുത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ 1813 ചാർട്ടർ ആക്ടുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. വി വിൽ ബി ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ റിഗാർഡിംഗ് ദാറ്റ്. പക്ഷെ നിങ്ങൾ ഇമേജിൽ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഇമേജ് എന്താണ് എന്ന് സ്വാഭാവികമായി നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. അമേരിക്കൻ കോണ്ടിനെന്റൽ ഫോഴ്സസിന് മുന്നിൽ ലോർഡ് കോൺവാളിസിന്റെ നേതൃത്വത്തിലുള്ള സേന നിരുപാധികം അടിയറവ് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഈ ഇമേജിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ലോർഡ് കോൺവാളിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരാം. സമയം കളയാതെ നമ്മൾ ആദ്യത്തെ നിയമത്തിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഇസ് ദി ആക്ട് ഓഫ് 1786. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ 13-14 നിയമങ്ങൾ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയുടെ ഭാഗമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നിയമങ്ങൾ, ഇവ ഓരോ പ്രൊവിഷൻ ബൈ പ്രൊവിഷൻ നമ്മൾക്ക് മനഃപ്പാഠം പഠിച്ച് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മൾ ഇത്തരം നിയമങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ നിയമങ്ങളുടെയും ഒരു പശ്ചാത്തലം, ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾക്ക് കൃത്യമായി ആ നിയമങ്ങൾ പഠിച്ച് ഓർത്തിരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ട് ആക്ട് ഓഫ് 1786 മനസ്സിലാക്കണമെങ്കിൽ വി വിൽ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ഇയർ ഓഫ് 1783. അപ്പോൾ വർഷം 1783 നിന്ന് നമ്മൾ കഥ ആരംഭിക്കുകയാണ്. 1783 പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷമാണ് അമേരിക്കൻ റവല്യൂഷണറി വാർ അവസാനിക്കുന്നത്. അമേരിക്കൻ റവല്യൂഷണറി യുദ്ധം അവസാനിക്കുന്ന വർഷം 1783 ഈ യുദ്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോർഡ് കോൺവാളിസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന നിരുപാധികം കീഴ്പ്പെടുകയാണ് അല്ലെങ്കിൽ നിരുപാധികം പരാജയം സമ്മതിക്കുന്നു. ആൻഡ് അമേരിക്കൻ കോണ്ടിനെന്റൽ ഫോഴ്സസ് ആണ് മറുപക്ഷത്ത് ഉണ്ടായിരുന്നത്. അമേരിക്കൻ കോണ്ടിനെന്റൽ ഫോഴ്സ്. അപ്പോൾ യുദ്ധം അമേരിക്കൻ കോണ്ടിനെന്റൽ ഫോഴ്സസും ലോർഡ് കോൺവാളിസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേനയും തമ്മിലായിരുന്നു. അമേരിക്കൻ കോണ്ടിനെന്റൽ ഫോഴ്സ് വിജയിക്കുകയും ലോർഡ് കോൺവാളിസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന പരാജയപ്പെടുകയുമാണ് ഉണ്ടായത്. ഏത് യുദ്ധത്തിൽ? അമേരിക്കൻ റവല്യൂഷണറി വാറിൽ. ഏത് വർഷം? 1783. അപ്പൊ ലോർഡ് കോൺവാളിസ് അല്ലെങ്കിൽ കോൺവാളിസ് പ്രഭു ചരിത്രത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കോൺവാളിസ് പ്രഭുവിനെയാണ് പിന്നീട് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി നിയമിക്കുന്നത്. അതെന്ത് പണിയാ അല്ലേ? തോറ്റ ഒരു വ്യക്തിയെ, പരാജയപ്പെട്ട ഒരു വ്യക്തിയെ, പരാജിതനായ ഒരു വ്യക്തിയെ സ്വപ്നതുല്യമായൊരു പദവി നൽകി അംഗീകരിക്കുക അല്ലെങ്കിൽ ആദരിക്കുകയാണോ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും നമ്മളുടെ മനസ്സിൽ തോന്നാം. പക്ഷേ ഈ ലോർഡ് കോൺവാളിസിനെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി പിന്നീട് ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ടായി കാണണം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സിഗ്നിഫിക്കൻസ്? ഒന്നാമത്തേത്, ഈ യുദ്ധം പരാജയപ്പെടുന്നത്
ലോർഡ് കോൺവാളിസ് കാരണമല്ല. രണ്ടാമത്തേത്, ഇദ്ദേഹം ഒരിക്കലും അധികാരത്തിന് വേണ്ടി ചരടുവലി നടത്താറില്ല. അദ്ദേഹം ഒരിക്കലും അധികാര വ്യാമോഹിയായിരുന്നില്ല. അങ്ങനെ രണ്ട് കാരണങ്ങൾ പ്രധാനമായും ഇദ്ദേഹത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവിയിലേക്ക് അവരോധിക്കാനുള്ള കാരണമായി ചരിത്രം പറയുന്ന കാരണങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ അധികാരിയായി, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പോസ്റ്റിലേക്ക് ഈ ലോർഡ് കോൺവാളിസിനെ നിയമിക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹം ആദ്യം വഴങ്ങുന്നില്ല. ഇദ്ദേഹം വലിയ രീതിയിൽ റിലക്റ്റന്റ് ആയിരുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷുകാരുടെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം ശരി, എന്നാൽ ഞാൻ പറയുന്ന രണ്ട് ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ത്യയിലേക്ക് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി എത്താം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം രണ്ട് ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച രണ്ട് ഡിമാൻഡുകൾ എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ആ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആക്ട് ഓഫ് 1786 ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. So just look at this. Lord Cornwallis was appointed as the Governor General of Bengal. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ച രണ്ട് ഡിമാൻഡ്? He placed two demands to accept that post. ഒന്നാമത്തേത്, he should be given the power to override the decision of his council in special cases. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരിക്കണം. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ആ 4 അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരുടെ പിന്തുണ വേണമായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നീട് പിറ്റ്സിന്റെ ആക്ടിലേക്ക് വന്നപ്പോൾ ഒരാളെ വെട്ടിച്ചുരുക്കി 3 ആയി കുറച്ചു. 3 ആയി കുറയ്ക്കുമ്പോഴും ഭൂരിപക്ഷം പേരുടെ പിന്തുണ വേണമായിരുന്നു. പക്ഷേ ലോർഡ് കോൺവാളിസ് പറഞ്ഞു, ഇനി അങ്ങോട്ട് ഭൂരിപക്ഷം പേരുടെ പിന്തുണ എന്ന ആവശ്യം ഒരു നിബന്ധനയായി വയ്ക്കാൻ പാടില്ല. അതായത് ഭൂരിപക്ഷം പേരുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും എന്റെ തീരുമാനങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് നടപ്പിലാക്കേണ്ടി വരും. അധികാര വ്യാമോഹി അല്ലാത്ത, വളരെ ഇന്റഗ്രിറ്റിയുള്ള, സത്യസന്ധനായ ലോർഡ് കോൺവാളിസിനെ വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അംഗീകരിച്ചാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ആക്ട് ഓഫ് 1786 എന്ന നിയമം പാസാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡിമാൻഡ് അംഗീകരിക്കപ്പെട്ടു. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാൾ ഗവർണർ ജനറൽ ഞാനാണ് എന്നുള്ളത് പോലെ എനിക്ക് മറ്റൊരു പദവി കൂടി വേണം. വളരെ കാര്യക്ഷമമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു പദവി കൂടി വേണം. ദാറ്റ് ഐ ഷുഡ് ബി ദ കമാൻഡർ ഇൻ ചീഫ്. അതായത് സർവ്വസൈന്യാധിപനും ബംഗാൾ ഗവർണർ ജനറലും ഞാൻ തന്നെ ആയിരിക്കണം. So that is what you need to understand regarding the Act of 1786. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ആക്ട് ഓഫ് 1786 ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കോൺവാളിസിന്റെ ഡിമാൻഡ് ചില സാഹചര്യങ്ങളിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തീരുമാനങ്ങളെ മറികടന്ന് നിയമം നടപ്പിലാക്കുവാൻ എനിക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, സർവ്വസൈന്യാധിപൻ എന്ന പദവി കൂടി എനിക്ക് വേണം. അതായത് ബംഗാൾ ഗവർണർ ജനറൽ ഞാനാണ് എങ്കിൽ അതോടൊപ്പം തന്നെ സർവ്വസൈന്യാധിപന്റെ റോള് കൂടി ഞാൻ വഹിക്കും. കമാൻഡർ ഇൻ ചീഫും ബംഗാൾ ഗവർണർ ജനറലും ഞാനായിരിക്കണം. ദ നെക്സ്റ്റ് ആക്ട് ഇസ് ദി ചാർട്ടർ ആക്ട് ഓഫ് 1793. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഓവർറൈഡ് ചെയ്യാൻ സാധിക്കണമെന്ന് പറഞ്ഞു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഓവർറൈഡ് ചെയ്യാൻ ലോർഡ് കോൺവാളിസിന് ആക്ട് ഓഫ് 1786 അധികാരം നൽകി. ചാർട്ടർ ആക്ട് ഓഫ് 1793 അതെല്ലാ ഫ്യൂച്ചർ ഗവർണർമാർക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നൽകി. അതായത് ഇനി അങ്ങോട്ട് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഭൂരിപക്ഷത്തിന്റെ ആവശ്യം ഇല്ല ഫോർ ദി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ടു ഇംപ്ലിമെന്റ് ഡിസിഷൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളെ നിയമിക്കുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ബോർഡ് ഓഫ് കൺട്രോൾ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിറ്റ്സിന്റെ ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട് എന്നീ രണ്ട് നിയമങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബോർഡാണ് ഇപ്പോൾ കമ്പനിയുടെ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ബോർഡ് ഓഫ് കൺട്രോളിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റിന് നിയന്ത്രണം കൃത്യമായി ആരിൽ ചെലുത്താം? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൽ ചെലുത്താം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തെ മറികടക്കാനുള്ള അധികാരം പിന്നീട് അങ്ങോട്ട് എല്ലാ ഗവർണർ ജനറൽമാർക്കും അതുപോലെ മറ്റ് പ്രസിഡൻസീസിന്റെ പ്രൊവിൻസസിന്റെ ഗവർണർമാർക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുന്നത്. ഇത് കൂടാതെ 1773
റെഗുലേറ്റിംഗ് ആക്ട് എന്ന നിയമത്തിലൂടെ 20 വർഷത്തേക്ക് കമ്പനിക്ക് കച്ചവട കുത്തകാവകാശം നൽകിയിരുന്നു. ഈ കുത്തകാവകാശം വീണ്ടും 20 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് മോണോപ്പൊളി ഫോർ ഫർദർ 20 more years. അതായത് 20 വർഷത്തേക്ക് കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലാതെ മറ്റൊരു ബ്രിട്ടീഷ് കമ്പനിയും ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരുമായി കച്ചവടം ചെയ്യില്ല. ആ ഒരു ഉറപ്പുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ നിയമത്തിലൂടെ നൽകുന്നുണ്ട്. ബോർഡ് ഓഫ് കൺട്രോൾ ആൻഡ് ദെയർ സ്റ്റാഫ് ടു ബി പെയ്ഡ് ഔട്ട് ഓഫ് ഇന്ത്യൻ റവന്യൂസ്. അപ്പൊ നോക്കിയേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടം ചെയ്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നികുതി പിരിച്ചെടുത്ത് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് തന്നെ നിങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പാർലമെന്റേറിയൻസും ഞങ്ങളുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അടങ്ങുന്ന ബോർഡ് ഓഫ് കൺട്രോളിന് ശമ്പളം നൽകണം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഓട്ടോണമി കുറയ്ക്കണം. സാമ്പത്തികമായ സ്വയം ഭരണ സംവിധാനം അല്ലെങ്കിൽ സൗകര്യം കുറയ്ക്കുകയാണ്, നിയന്ത്രിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഈ നിയമങ്ങളുടെ ഉദ്ദേശം? ഈ നിയമങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റ് നിയമനിർമ്മാണത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വരിഞ്ഞു മുറുക്കുകയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയെടുക്കുന്ന റവന്യൂവിൽ നിന്ന് തന്നെ ബോർഡ് ഓഫ് കൺട്രോളിന്റെ പേയ്മെന്റ് നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങളെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബോർഡ് ഓഫ് കൺട്രോൾ. അപ്പൊ ആ ബോർഡ് ഓഫ് കൺട്രോൾ മെമ്പേഴ്സിന്റെ സാലറി നിങ്ങൾ പേ ചെയ്യണം, ഞങ്ങൾ പേ ചെയ്യില്ല. The British officials were not allowed to leave India. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ പെർമിഷൻ ഇല്ലാതെ, ബ്രിട്ടീഷ് കിരീടാവകാശിയുടെ പെർമിഷൻ ഇല്ലാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് ഒരു കാരണവശാലും ഇന്ത്യൻ ടെറിട്ടറി, ഇന്ത്യൻ ഭൂപ്രദേശം വിട്ടുപോകാൻ പാടില്ല. കാരണം ഇന്ത്യൻ ഭൂപ്രദേശം വിട്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അവർ അനധികൃതമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സമ്പാദ്യം കൊണ്ട് രാജ്യം വിടാനുള്ള സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യാം? അതല്ലെങ്കിൽ അവർ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുമായി അവരുടെ സ്വകാര്യ വ്യാപാരത്തിലൂടെ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാം, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിച്ചാൽ. അതുകൊണ്ട് 1793 ചാർട്ടർ ആക്ടിലൂടെ എന്ത് ചെയ്തു? ഒരു കാരണവശാലും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇന്ത്യൻ ടെറിട്ടറി വിട്ടുപോകാൻ പാടില്ല എന്ന നിബന്ധന കൂടി ഏർപ്പെടുത്തി. സോ ദിസ് ഇസ് വാട്ട് ഇസ് ദി ചാർട്ടർ ആക്ട് ഓഫ് 1793. എല്ലാ പ്രൊവിഷൻസിന്റെയും പിന്നാമ്പുറത്തുള്ള കഥകൾ എന്താണ്, അതിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ദ നെക്സ്റ്റ് വൺ ഇസ് ദി ചാർട്ടർ ആക്ട് ഓഫ് 1813 വിച്ച് ഇസ് സിഗ്നിഫിക്കന്റ്ലി ഇമ്പോർട്ടന്റ്. ഇപ്പൊ വർഷം നോക്കി 1813 ബ്രിട്ടനിൽ വ്യവസായ വിപ്ലവം 1740-കളിൽ തന്നെ ആരംഭിച്ചിരുന്നു. 1812 ആകുമ്പോഴേക്കും ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലൈസ്ഡ് രാജ്യമായി മാറുകയാണ്. അതായത് ഏറ്റവും വലിയ വ്യവസായ രാജ്യമായി ബ്രിട്ടൻ മാറുന്നു. അതായത് വ്യവസായ വിപ്ലവം അങ്ങ് പീക്കിലാണ് ബ്രിട്ടനിൽ. ബ്രിട്ടൻ ഹാസ് ബിക്കം industrialized and this was the peak period by which the British has flourished with industries. ഇപ്പോൾ ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകൾ വരുന്നു, ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടനിൽ ഒരുപാട് വ്യവസായശാലകൾ വരുമ്പോൾ ഒരുപാടധികം പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, അല്ലേ? ഉൽപാദനക്ഷമത വർദ്ധിക്കും, ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വരും. ഈ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടൻ എവിടെയാണ് വിറ്റിരുന്നത്? എസ്പെഷ്യലി യൂറോപ്യൻ മാർക്കറ്റുകളിൽ. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സംഭവം കൂടി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ കാലഘട്ടം തന്നെയാണ് നെപ്പോളിയന്റെ ഒരു പീക്ക് കാലഘട്ടം എന്ന് പറയുന്നത്. നെപ്പോളിയൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഓരോന്നായി പിടിച്ചടക്കി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 1812. അപ്പോൾ സ്വാഭാവികമായിട്ടും നെപ്പോളിയനെ സംബന്ധിച്ചും നെപ്പോളിയന്റെ അടുത്ത ടാർഗറ്റ് ബ്രിട്ടൻ ആയിരുന്നു. ബ്രിട്ടൻ ഇൻഡസ്ട്രിയലൈസ്ഡ് ആണ്. ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുണ്ട്, ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടൻ യൂറോപ്പിലേക്കാണ് കയറ്റി അയക്കുന്നത് പ്രധാനമായും. ആൻഡ് നെപ്പോളിയൻ പറഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങൾ ഇനി ഒരു കാരണവശാലും ബ്രിട്ടനുമായി വ്യാപാര വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ആൻഡ് നെപ്പോളിയൻ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതായത് ബ്രിട്ടനുമായി ഇനി അങ്ങോട്ട് വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ
ഏർപ്പെടാൻ പാടില്ല. അതായത് ഇമ്പോർട്ടും ചെയ്യാൻ പാടില്ല, എക്സ്പോർട്ടും ചെയ്യാൻ പാടില്ല, കയറ്റുമതിയും ഇറക്കുമതിയും പാടില്ല. നെപ്പോളിയൻ ആ ബോർഡർ അടക്കുകയാണ്. അപ്പൊ എവിടെയാണ് ഈ ബ്രിട്ടീഷ് മെർച്ചൻസ് തങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ സെല്ല് ചെയ്യുക? അപ്പൊ അവർ വലിയ പ്രതിസന്ധിയിലായി. അങ്ങനെ ഈ ബ്രിട്ടനിൽ നിന്നുള്ള വ്യാപാരികൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെന്ന് വന്നിട്ട് പറഞ്ഞു, ഈ നെപ്പോളിയൻ തങ്ങളുടെ യൂറോപ്യൻ മാർക്കറ്റുകൾ അടച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകളിലേക്കുള്ള തങ്ങളുടെ ആക്സസ് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? മറ്റു സിനിമയിൽ പറയുന്ന പോലെ ഇനി എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ചോദിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തുന്നു. ബ്രിട്ടീഷ് പാർലമെന്റേറിയൻസിനെ സ്വാധീനിക്കുന്നു. എന്നിട്ട് ബ്രിട്ടീഷ് പാർലമെന്റേറിയൻസിനോട് പറയുന്നത്, ഞങ്ങൾക്ക് ഈസ്റ്റ് ഇൻഡീസിലേക്ക് കയറ്റുമതിയും കച്ചവടവും നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇന്നത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് തങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പലതരത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻസിനെ സ്വാധീനിക്കുന്നു. പക്ഷേ ബ്രിട്ടീഷ് പാർലമെന്റേറിയൻസ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതിൽ തടസ്സമില്ല, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ട്രേഡ് മോണോപ്പൊളി, കച്ചവട കുത്തകാവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ കുത്തകാവകാശം പിൻവലിക്കണം, അല്ലെ? കുത്തകാവകാശം പിൻവലിക്കണം എന്നുള്ളത് കൊണ്ട് 1813 നിയമത്തിലൂടെ വരുത്തിയ ആദ്യത്തെ ചട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ നിയന്ത്രണം എന്ന് പറയുന്നത്, ഇറ്റ് ഹാസ് അബോളിഷ്ഡ് ദ ട്രേഡ് മൊണോപ്പൊളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട കുത്തകാവകാശം 1813 ഈ നിയമത്തിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റ് അവസാനിപ്പിച്ചു. പക്ഷെ അപ്പോഴും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 2 മേഖലകളിൽ കുത്തകാവകാശം നിലനിർത്തിയിരുന്നു. ഒന്ന്, ടീ ട്രേഡ് ആൻഡ് ട്രേഡ് വിത്ത് ചൈന, ചൈനയുമായുള്ള വ്യാപാരത്തിലും അതേപോലെ തന്നെ തേയില വ്യാപാരം, ടീ ട്രേഡ്, ഈ 2 മേഖലകളിൽ സ്റ്റിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായിരിക്കും കുത്തക, മൊണോപ്പൊളി. മറ്റൊരു കമ്പനികൾക്കും ഇടപെടാൻ സാധിക്കില്ല. മറ്റു മേഖലകൾ ഓപ്പൺ ചെയ്ത് നൽകി. അങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ബ്രിട്ടീഷ് വ്യാപാരികൾ, ബ്രിട്ടീഷ് വ്യവസായശാലകൾ വലിയ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റിവിടുകയും ഇന്ത്യൻ മാർക്കറ്റുകൾ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളാൽ ഫ്ലഡ് ചെയ്യപ്പെടുകയും ചെയ്തു, ഡംപ് ചെയ്യപ്പെടുകയും ചെയ്തു. ഒരുപാട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റുകളിൽ വരുന്നു. സ്വാഭാവികമായും വളരെ ചീപ്പായി അവൈലബിൾ ആകുന്നു. അങ്ങനെ വളരെ ചീപ്പായി അവൈലബിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർക്ക് കൂടുതൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അടി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ അടി നേരിടുന്നത് ആരാണ്? ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് ആരാണ്? അത് ഇന്ത്യൻ ആർട്ടിസൻസ് ആണല്ലേ. കാരണം ബ്രിട്ടനിൽ നിന്ന് വരുന്നത് മെഷീനൈസ്ഡ് പ്രൊഡക്ട്സ് ആണ്, ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആണ്, പെർഫെക്റ്റ് പ്രൊഡക്ട്സ് ആണ്. ഈ പെർഫെക്റ്റ് പ്രൊഡക്ട്സ് ഇന്ത്യയിലെ ഇംപെർഫെക്റ്റ് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സുമായി കോമ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതിൻ്റെ ഡിമാൻഡ് കുറയുന്നു. ഇന്ത്യയിലെ ആർട്ടിസൻസ്, ഇന്ത്യയിൽ ആ സമയത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒന്ന് പതുക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെറുകിട ഇൻഡസ്ട്രീസ് ഒക്കെ പതുക്കെ ഒന്ന് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഒന്ന് പിക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് വലിയൊരു തിരിച്ചടി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഡംപ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് വ്യവസായശാലകൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലൈസേഷന് വലിയ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ 1813 ചാർട്ടർ ആക്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ വ്യവസായങ്ങൾക്ക് സ്കോപ്പ് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ആർട്ടിസൻസ്, അതായത് ഇന്ത്യയിൽ വ്യവസായ മേഖലയിൽ പണിയെടുക്കാൻ തയ്യാറായ പാവപ്പെട്ട മനുഷ്യർ തിരിച്ച് കാർഷിക മേഖലയിലേക്ക് തന്നെ ചെല്ലുകയാണ്. അല്ലെങ്കിൽ കാർഷിക മേഖല തന്നെ അവരുടെ ഉപജീവന മാർഗമാക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ 1813 ചാർട്ടർ ആക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് 1813 ചാർട്ടർ ആക്ട് ആണ് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ പതുക്കെ പിക്ക് ചെയ്യുകയായിരുന്നു. ആ സമയത്തൊരു തിരിച്ചടി സ്വാഭാവികമായിട്ടും there was deindustrialization or deindustrialization has happened in India due to the impact of the Charter Act of 1813. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 60% പേരും കർഷകരായി തുടരുന്നതിൽ ഒരു ബ്രിട്ടീഷ് നിയമത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു കാരണമാകാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, അത് ഏത് നിയമമാണ് എന്ന് ചോദിച്ചാൽ that is the Charter Act of 1813. So which is the one law
that has resulted in the deindustrialization of India എന്ന് ചോദിച്ചാൽ that is the Charter Act of 1813. ഇത് കൂടാതെ അതുവരെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്നാണ് കമ്പനി അധീന പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ആസ് പെർ ദ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. ഇപ്പോൾ വളരെ കൃത്യമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പരമാധികാരത്തിന് കീഴിലാണ് എന്നുകൂടി ഈ നിയമം പരാമർശിക്കുന്നു. അതായത് ഈ പ്രദേശങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, ഭരണഘടനാപരമായ പദവി കൂടി 1813 ചാർട്ടർ ആക്ടിൽ വ്യക്തമാക്കുന്നു. ദാറ്റ് മീൻസ് asserted the sovereignty of British Crown over company's territories. കമ്പനിയുടെ പ്രദേശങ്ങൾ രാജ്ഞിയുടെ പ്രദേശങ്ങളാണ്, രാജ്ഞിയാണ് ഈ പ്രദേശങ്ങളുടെ പരമാധികാരി എന്നുകൂടി ഈ നിയമം പരാമർശിക്കുന്നു. ആൻഡ് ദിസ് വാസ് ആസ്ക്ഡ് ഇൻ 2019 പ്രിലിംസ്. 2019 UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഏത് നിയമമാണ് കമ്പനിയുടെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീന പ്രദേശങ്ങൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധീന പ്രദേശങ്ങളുടെ ഭരണഘടനാപരമായ പദവി വ്യക്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ദി ചാർട്ടർ ആക്ട് ഓഫ് 1813. ഇപ്പൊ സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാപരമായ പദവിയാണ് അല്ലെ. നമ്മുടെ പ്രിയാമ്പിളിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു സോവറിൻ. എവിടെ എഴുതിയിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എഴുതിയിട്ടുള്ളത്. സോവറിൻ എന്ന് പറഞ്ഞാൽ പരമാധികാരം എന്നാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ക്രൗണിന്റെ, ബ്രിട്ടീഷ് കിരീടാവകാശിയുടെ പരമാധികാരത്തിന് കീഴിലാണ് എന്ന് പ്രതിപാദിക്കുന്നതിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധീന പ്രദേശങ്ങളുടെ ഭരണഘടനാപരമായ പദവിയെ കൂടി ഉറപ്പിക്കുകയാണ് 1813 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. ഇതേ നിയമത്തിൽ തന്നെയാണ് പള്ളിക്കൂടങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ മിഷനറീസിന് ഇന്ത്യയിലേക്കുള്ള പ്രവേശനാനുമതി കൂടി ബ്രിട്ടീഷ് പാർലമെന്റ് അനുവദിക്കുന്നത്. ഇതിന് രണ്ട് ഇമ്പാക്റ്റ് ഉണ്ടായി. ഒന്ന്, സ്വാഭാവികമായും ഇന്ത്യയിൽ പള്ളിക്കൂടങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. പള്ളിയുമായി, ചർച്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി എല്ലാ വർഷവും 1 ലക്ഷം രൂപ വീതം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നുകൂടി ഈ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യൻ ശാസ്ത്ര സാഹിത്യ മേഖലകളുടെ വികാസത്തിന് വേണ്ടി പണം വിനിയോഗിക്കണം എന്ന് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരെ വിദ്യാസമ്പന്നരാക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ അതല്ല പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ബ്രിട്ടീഷുകാരെ കൊണ്ട് മാത്രം ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യക്കാരെ കൂടി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാക്കണം. അതിന് ഇന്ത്യക്കാർ എഡ്യൂക്കേഷണലി അപ്ലിഫ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർ വിദ്യാസമ്പന്നരാകണം, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസമുള്ള ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് ഒരു മോഡേൺ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറിയെ അംഗീകരിക്കുക എന്ന നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ ബ്രിട്ടൻ തയ്യാറാകുന്നത്. പക്ഷേ പഠിപ്പിക്കാൻ വിട്ട ക്രിസ്ത്യൻ മിഷനറിമാര് വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ഇവിടെ പരിവർത്തനം, മതപരമായ പരിവർത്തനം കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും 1857 വിപ്ലവത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാന്നിധ്യം വലിയ പ്രസക്തമാകുന്നത്. കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ക്രിസ്ത്യാനോഫോബിയ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ക്രിസ്ത്യാനോഫോബിയ അല്ല, ക്രിസ്ത്യാനിറ്റിയോടുള്ളൊരു ഫോബിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായാണ് 1857 വിപ്ലവത്തിൽ അല്ലെങ്കിൽ 1857 കലാപത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ വലിയ രീതിയിൽ പങ്കെടുക്കുന്നത്. കാരണം ഈ മതപരിവർത്തനം അവരുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ക്രിസ്തുമത വിരുദ്ധത ക്രിയേറ്റ് ചെയ്തിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് പ്രൊവിഷൻ ഇസ് ദാറ്റ് ദി ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ were allowed to collect taxes on persons. ഇനി അങ്ങോട്ട് ബ്രിട്ടീഷ് യുദ്ധമാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് യുദ്ധകാലഘട്ടമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിലനിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നികുതി പിരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പണം കണ്ടെത്താൻ കൂടി 1813 ചാർട്ടർ ആക്ട് അനുവദിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി ചാർട്ടർ ആക്ട് ഓഫ് 1813. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ദ ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഇമ്പാക്ട് ക്രിയേറ്റഡ് ബൈ ദി ചാർട്ടർ ആക്ട് ഓഫ് 1813. So, 3 നിയമങ്ങളും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. We will be discussing the Charter Act of 1833 and 1853 in the coming lectures. Till then, take care. Goodbye.